കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഇതുപോലുള്ള ട്രോളികൾ മുതൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെഷീനുകളും അവൈലബിൾ ആയിട്ടുള്ള മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണുള്ളത്. ESI ഇൻഡസ്ട്രീസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. നമ്മുടെ കോയമ്പത്തൂരിലാണ് സ്ഥാപനം ഉള്ളത്. നീലമ്പൂർ പാലക്കാട് ബൈപ്പാസിന് കോയമ്പത്തൂരുള്ള പാലക്കാട് ബൈപ്പാസിലാണ് ഇവരുടെ സ്ഥാപനം ഉള്ളത്. ഓൺ മാനുഫാക്ചറിംഗ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു മെഷീൻ ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളുടെ സൈറ്റിൽ വന്നിട്ട് ഇവർ സർവീസ് ചെയ്ത് തരും. എല്ലാ മെഷീന്റെയും പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും മെഷീൻ ആവശ്യം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം എല്ലാ മെഷീനും നമുക്ക് വീഡിയോയിൽ കാണിക്കാം. മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് അയച്ചു തരും. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെഷീനറീസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഹെവി ഡ്യൂട്ടി മെഷീൻ ആണ്. ഹാഫ് ബാഗ് കപ്പാസിറ്റി വരും സർ. 10 ചട്ടി പിടിക്കും. ഇത് 10 ചട്ടി പിടിക്കും. ഇത് 1.5 HP മോട്ടോർ വരും. 1.5 HP. അതെ സർ. 2880 ഹെവി RPM ആണ് ഇടുന്നത് സർ. ഇത് ലാഡർ ട്രാലി 16 kg ഷീറ്റ് 4 CFT വലിയ ട്രാലിയാണ്. അതെ സർ. ഇത് ഹോളോ ബ്ലോക്ക് മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന ഹോളോ ട്രാലിയാണ് സർ. സെയിം 16 kg തന്നെ യൂസ് ചെയ്യുന്നത്. ബ്ലോക്ക് മേക്കിംഗ് മെഷീൻ ഒക്കെ യൂസ് ചെയ്യില്ലേ, അതാണ്. ഇത് വന്നിട്ട് നോർമൽ ട്രാലിയാണ്. 16 kg സെയിം ഷീറ്റ് 3.5 CFT. ഇതും 3.5 CFT. സെയിം ആണ് വരുന്നത്. പക്ഷെ ഇത് വന്നിട്ട് മിനി ലിഫ്റ്റിന് യൂസ് ചെയ്യുന്ന ട്രാലിയാണ്. ഇതൊക്കെ എങ്ങനെ റേഞ്ച് സ്റ്റാർട്ടിംഗ് വരുന്നത് സർ? 6500 വരുന്നുണ്ട് സർ. ഫൈനൽ 5500 ചെയ്തു കൊടുക്കും. 5500 മുതൽ സ്റ്റാർട്ടിംഗ്. ഇത് വന്നിട്ട് 7800 വരുന്നുണ്ട്. ഫൈനല നിങ്ങൾക്ക് 7 രൂപ 7000 ചെയ്തു കൊടുക്കും. ഇത് സ്കഫോൾഡിംഗ് ലിഫ്റ്റ് ആണ്. ഇത് നോക്കി പറഞ്ഞാൽ 3 മീറ്റർ ടു 10 മീറ്റർ വരെ 10 മീറ്റർ ഹൈറ്റ്. ഇലക്ട്രിക്കൽ മോഡലാണ്. 2 HP സിംഗിൾ ഫേസ് വരും. 9 ഫീറ്റ് മുതൽ 30 ഫീറ്റ് വരെ ഹൈറ്റ് ചെയ്യാം. 9 to 30 വരെ പോലെ. 250 to 300 കിലോ കപ്പാസിറ്റി. പറഞ്ഞ ഗിയർ മിക്സർ വരും. 1.1 HP മോട്ടറാണ്. സിംഗിൾ ഫേസ് ആണ്. നിങ്ങൾക്ക് മാടിക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇത് ബെസ്റ്റ് ആണ് ഗിയർ മിക്സർ. 1/4 ബാഗ് മെഷീൻ വരും സർ. ഇത് 38,000 വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ട് 36 വരെ നമ്മൾ ഫൈനൽ ചെയ്ത് കൊടുക്കും. 36 റേഞ്ച് ഒക്കെയാണ് നമുക്ക്. 36,000 ഫൈനൽ. ഫ്ലോർക്ക് കൊണ്ടുപോകണമെങ്കിൽ 1 മാടി 2 മാടി അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഇത് ബെസ്റ്റ് ആണ് എടുക്കാൻ. അധികം വെയിറ്റ് ഇല്ല അല്ലേ? വെയിറ്റ് കമ്മിയാണ്. 2 പേര് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്ത് കൊണ്ടുപോകാം സർ. സർ ഇത് ഹാൻഡ് മിക്സർ ആണ്. 2 HP സിംഗിൾ ഫേസ് വരും. 7 ചട്ടി 1/4 ബാഗ് കപ്പാസിറ്റി ആണ്. നിങ്ങൾ മോട്ടറിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹാൻഡിൽ പിന്നാടി ഹാൻഡിൽ ഉണ്ട്. അത് അഴിച്ചു വെച്ചിട്ട് വേണം മോട്ടറിൽ യൂസ് ചെയ്യണമെങ്കിൽ. ഹാൻഡിൽ മാത്രം അഴിച്ചു വെക്കണം, ഇല്ലെങ്കിൽ അത് അഴിച്ചു വെച്ചിട്ട് മോട്ടറിൽ യൂസ് ചെയ്യാം. കറണ്ട് ഇല്ല പറയുമ്പോൾ നിങ്ങൾ ഹാൻഡിൽ ഫിറ്റ് ചെയ്തിട്ട് ഹാൻഡിൽ വെച്ച് മാനുവലായിട്ട് യൂസ് ചെയ്യാം. മാനുവലായി യൂസ്. കറണ്ട് ഇല്ലാത്ത സമയത്ത് മാനുവലായിട്ട് യൂസ് ചെയ്യാം. രണ്ട് യൂസ് ആണ്. നമുക്ക് കറണ്ട് കൊണ്ട് യൂസ് ചെയ്യാം. ഇനി കറണ്ട് ഇല്ലാത്ത സമയത്താണെങ്കിലും വർക്ക് മുടങ്ങൂല. അതെ അതെ സർ. സർ ഇത് വന്നിട്ട് റൊട്ടേറ്റിംഗ് സാൻസീവർ ആണ്. മണൽ ചലിക്കുന്ന മോട്ടർ മോഡലും ഉണ്ട്. അവർക്ക് മാനുവല കയ്യില് ചുറ്റി കയ്യില് വർക്ക് ചെയ്യുന്ന മാതിരി മോട്ടറിനും വർക്ക് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ മാനുവൽ ടൈപ്പ് യൂസ്. കറണ്ട് വേണ്ടെങ്കിൽ കൈകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം. സ്പാൻ ഉണ്ട്. സ്പാൻ വന്നിട്ട് 8 അടി സ്പാൻ ഉണ്ട്, 10 അടി സ്പാൻ ഉണ്ട്. അതേമാതിരി ജാക്കി വന്നിട്ട് 7 to 12 വരെ അഡ്ജസ്റ്റ് ചെയ്യുന്ന മാതിരി ജാക്കി ഉണ്ട്. 19.5 കിലോ വരുന്നുണ്ട്. സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യാം. കസ്റ്റമർ ഏത് സൈസിൽ ചോദിച്ചാലും നമ്മൾ അതുമാതിരി ചെയ്ത് കൊടുക്കും. പ്ലസ് ഷീറ്റ് വന്ന് 3x2 ഷീറ്റ് ഉണ്ട്. നമ്മൾ ഏത് സൈസിൽ ചോദിച്ചാലും ആ സൈസിൽ നമ്മൾ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കും. ഷീറ്റ്, സ്പാന്, ജാക്കി എല്ലാം സർ. ഇത് വന്നിട്ട് 2 ഹെച്ച് ഫ്രെയിം ആണ്. 2 ഹെച്ച് 2 ക്രോസ് വരും. പ്ലസ് പ്ലാറ്റ്ഫോം എക്സ്ട്രാ. ആള് നിന്നിട്ടേ ചെയ്യുന്ന മാതിരി. അത് പ്ലാറ്റ്ഫോം വന്നിട്ട് എക്സ്ട്രാ ആണ്. നിങ്ങൾക്ക് 2 ചെയ്ത് കൊടുക്കും, 2 ചെയ്ത് കൊടുക്കും. നോർമൽ ടൈപ്പും ചെയ്ത് കൊടുക്കും, ലാഡർ ടൈപ്പും ചെയ്ത് കൊടുക്കും. ഏത് സൈസിൽ വേണമെങ്കിലും അവൈലബിൾ ആണ്. അതെ സർ. നമ്മ കസ്റ്റമർ എങ്ങനെ പറയണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും സർ. ഇത് വന്നിട്ട് വൈബ്രേറ്റിംഗ് സാൻസീവർ ആണ്. മണൽ ചലിക്കുന്ന വൈബ്രേറ്റർ മോഡൽ. അപ്പോഴേ കണ്ടത് വന്ന് റൊട്ടേറ്റിംഗ് മോഡൽ. ഇത് വൈബ്രേറ്റിംഗ് മോഡൽ. ഇത് മണൽ മെഷീൻ അല്ലേ? മണൽ ചലിക്കുന്ന മെഷീൻ. അത് വൈബ്രേറ്റർ മോഡൽ വരും. അത് കഴിഞ്ഞാൽ ഇത് മെഷറിംഗ് ബോക്സ് ആണ് സർ. മെഷറിംഗ് ബോക്സ് സർ. മിനി ലിഫ്റ്റ് ആണ്. സിംഗിൾ ഫേസും ഉണ്ട്, 3 ഫേസും ഉണ്ട്. 30 മീറ്റർ റോപ്പ് വരും. 8 mm സ്റ്റീൽ റോപ്പ് ആണ്. റോപ്പ് തിക്നെസ് നോക്കി പറഞ്ഞാൽ 8 mm വരുന്നുണ്ട്. 8 mm തിക്നെസ് വരുന്ന റോപ്പ്. അതെ. 250 കിലോ കപ്പാസിറ്റി വരും. 360 ഡിഗ്രി ഫുൾ റൊട്ടേഷൻ ആണ്. 6 ഫ്ലോർ വരെ യൂസ് ചെയ്യാം സർ. മോട്ടറിന് വന്നിട്ട് 1 year ഗ്യാരണ്ടി ഉണ്ട് സർ. എന്ത് പ്രോബ്ലം ആണെങ്കിലും സൈറ്റിൽ
വീട്ടിൽ വന്ന് ചെയ്തു തരും. സർവീസ് ചെയ്ത് തരും. സർവീസ് എല്ലാം നല്ല സർവീസ് സാർ. അത് 1 ബാഗ് വിത്തൗട്ട് ടോപ്പർ ആണ്. സ്റ്റാൻഡേർഡ് വന്നിട്ട് മേലത്തെ കോൺ ഉണ്ടല്ലോ, അത് വന്നിട്ട് 4 mm തിക്നെസ് വരും. മേലത്തെ കോൺ ബ്ലാക്ക് പീസ് ഇത് വന്നിട്ട് 4 mm സ്റ്റാൻഡേർഡ് ഇട്ട് കൊടുക്കും. താഴെ ഡ്രം വന്നിട്ട് 25 mm തിക്നെസ് വരും. ഹെവി തിക്നെസ് അല്ലേ? 6 HP കിർലോസ്കർ ഡീസൽ എഞ്ചിൻ ആണ്. ഓക്കെ. ടയർ വന്നിട്ട് റീട്രെഡ് ആണ്. ജീപ്പ് ടയർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കും. നമ്മ ഇനോവ സുമോ ടയർ ഇട്ട് കൊടുക്കും സർ. ഹാഫ് റൊട്ടേഷനും ഉണ്ട്, 360 ഡിഗ്രി ഫുൾ റൊട്ടേഷനും ഉണ്ട്. ഇത് വന്നിട്ട് 1/4 ബാഗ് മെഷീൻ ആണ്. 2 HP സിംഗിൾ ഫേസ് വരും. 7 ജട്ടി പിടിക്കും സർ. സ്റ്റെയറിംഗ് മോഡലാണ്. 4 വീല് വരും, ടോ ബാർ വരും. നിങ്ങൾക്ക് ഈസിയാണ് സ്റ്റെയറിംഗ് വെച്ച് ഇതാക്കുമ്പോ 2 സൈഡും നിങ്ങൾക്ക് കൊട്ടാം. സാർ ഇത് ഹൈഡ്രോളിക് നോർമൽ ആണ്. കാരണം ഡിജിറ്റൽ ടൈപ്പ് ആണ്. നിങ്ങൾക്ക് വെയിറ്റ് ഒക്കെ കാണിക്കും. ആ സൈഡ് എത്ര വെയിറ്റ് ഏതെല്ലാമേ നിങ്ങൾക്ക് ആ സൈഡ് കാണിക്കും. ഡിജിറ്റൽ മോഡലാണ്. അതേമാതിരി ഹൈഡ്രോളിക് നോർമൽ മെഷീൻ ഉണ്ട്, ക്ലച്ച് മോഡൽ ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പവർ സ്റ്റിയറിംഗ് നോക്കി പറഞ്ഞാൽ 2 ലിവർ വരും. നിങ്ങൾക്ക് 1 ലിവർ ഡ്രം ഓപ്പറേറ്റ് ചെയ്യാനും പിന്നെ 1 ലിവർ വന്നിട്ട് ഓപ്പർ ഓപ്പറേറ്റ് ചെയ്യാനും 2 ലിവർ കൊടുക്കും. കസ്റ്റമർ എന്ത് ക്ലച്ച് മോഡൽ വേണമെന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കി തരും. പവർ സ്റ്റിയറിംഗ് വേണം പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കും. ഇത് ലാഡർ ലിഫ്റ്റ് ആണ്. 10 HP കിർലോസ്കർ എഞ്ചിൻ വരും. പ്ലസ് 40 മീറ്റർ റോപ്പ് സർ. 54 അടി പൈപ്പ് സെറ്റ് വരും. ഇത് വന്നിട്ട് ബക്കറ്റ് സ്റ്റാൻഡ് ആണ്. ബക്കറ്റ് സ്റ്റാൻഡ് തനിയെ ചെയ്തു കൊടുക്കും, പൈപ്പ് സ്റ്റാൻഡ് തനിയെ ചെയ്തു കൊടുക്കും. ഇത് അതേപോലെ തന്നെ ഇവരുടെ വേറൊരു യൂണിറ്റ് ആണ്. ബെൻഡിങ്, കട്ടിങ്, ഇങ്ങനെയുള്ള ഒരുപാട് മെഷീനറീസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഈ മെഷീനറീസും കൂടെ കാണിച്ചു തരാം. ഇവർക്ക് 2 യൂണിറ്റ് ഉണ്ട്. നമ്മൾ ആ യൂണിറ്റിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ കാണാത്ത ഒരുപാട് ഇമ്പോർട്ടഡ് മെഷീനറീസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ അതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. സർ ഓപ്പൺ ടൈപ്പ് മിനി ലിഫ്റ്റ് ആണിത്. റോപ്പ് തിക്നെസ് നോക്കി പറഞ്ഞാൽ 6 mm റോപ്പ് വരുന്നുണ്ട്. 6 mm ആണ്. 6 mm റോപ്പ്. 250 കിലോ കപ്പാസിറ്റി വരും. 360 ഡിഗ്രി റൊട്ടേഷൻ ആണ്. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് ക്ലച്ച് മോഡലാണ്. ഇത് വന്നിട്ട് 6 ഫ്ലോർ യൂസ് ചെയ്യാൻ പറ്റും സർ. സെയിം ആണ്, ഓപ്പൺ ടൈപ്പ് തന്നെയാണ്. ഇതെന്താ കുറച്ച് ഹെവി ആണോ? ഇത് കുറച്ച് ഹെവി ആണ്. ഇത് നമുക്ക് എത്ര ഫ്ലോർ വരെ പോകും? സെയിം 6 ഫ്ലോർ, 6 മാടി യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഇത് ഇതേപോലെ മോട്ടോർ ഓപ്പൺ ആയിരിക്കുന്നല്ലേ? 2 ഓപ്പൺ ടൈപ്പ് തന്നെയാണ് സർ. ഇതാണെങ്കിലോ സർ ഇത് വന്നിട്ട് നമ്മുടെ ESI മേക്ക് ആണ്. ക്ലോസ് ടൈപ്പ് ആണ് വരുന്നത്. മോട്ടോർ വന്ന് ക്ലോസിൽ വരും. റോപ്പ് തിക്നെസ് വന്നിട്ട് 8 mm വരും. 8 mm തിക്നെസ് ആണ്. ഹെവി ആണ്. ഹെവി റോപ്പ് വരുന്നത്. 30 മീറ്റർ റോപ്പ് വരും. 30 മീറ്റർ പറയുമ്പോൾ 100 അടി റോപ്പ് വരും. 6 ഫ്ലോർ യൂസ് ചെയ്യാം. 360 ഡിഗ്രി ഫുൾ റൊട്ടേഷൻ ആണ്. ഇതും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റൂലേ? ഇത് വന്നിട്ട് നമ്മുടെ ക്ലോസ് ടൈപ്പ് മോട്ടോർ ഇതേപോലെ ക്ലോസ് ചെയ്താണ്. ഇത് വന്നിട്ട് മിനി ലിഫ്റ്റ് തന്നെയാണ്. എല്ലാമേ ഹെവി ആണ്. കുറച്ച് ഹെവി ആയിട്ട് വരും. 5 HP 3 ഫേസ് മോട്ടോർ വരും. 10 mm റോപ്പ് വരും. ഇത് 6 ഫ്ലോർ യൂസ് ചെയ്യാം. 6 ഫ്ലോർ തന്നെയാണ് ഇത് വരുന്നത്. 6 മാടി യൂസ് ചെയ്യാം. 500 kg 500 kg കപ്പാസിറ്റി വരും സർ. ഫ്ലോർ തന്നെയാണ്, പക്ഷേ ഇത് 500 kg പോകില്ലേ? 10 mm റോപ്പ് എല്ലാമേ ഹെവി ആണ് സാർ. ഇത് ബെൻഡിങ് മെഷീൻ ആണ്. കമ്പി ബെൻഡ് ചെയ്യില്ലേ, ബെൻഡിങ് മെഷീൻ ആണ്. ഇത് നോക്കി പറഞ്ഞാൽ 16 mm വരെ ബെൻഡ് ചെയ്യാം. 3 ഫേസ് ആണ്. അതിന്റെ കുറച്ച് വലിപ്പമാണ് ഇത് ബെൻഡിങ് മെഷീൻ വന്നിട്ട് 36 to 40 വരെ ബെൻഡ് ചെയ്യാം. 36 to 40 mm വരെ ബെൻഡ് ചെയ്യാം. 40 mm മാക്സിമം അല്ലേ ബെൻഡ് ചെയ്യാം. ഇത് 3 ഫേസ് തന്നെയാണ്. അതിന്റെ അടുത്തത് ഇത് നോക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് 32 വരെ ബെൻഡ് ചെയ്യണം മെഷീൻ. 32. അതൊക്കെ അടുത്തത് നോക്കുമ്പോ ഇത് 32. ഇത് വന്നിട്ട് ബെൻഡിങ് മെഷീൻ ആണ്. സ്റ്റിറപ്പ് ബെൻഡിങ് മെഷീൻ, CNC മെഷീൻ, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആണ് സർ. ജസ്റ്റ് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്ത് സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് ആവശ്യമുള്ള പീസ് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് തരും. അതെ സർ. ഇതും ഹെവി തന്നെ അല്ലേ? ഹെവി ആണ് സർ. ഡബിൾ ഡ്രം റോളർ ആണ്. ആൾ ഇരുന്നിട്ടേ റോഡ് വർക്ക് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾ ഇരുന്നിട്ടേ വർക്ക് ചെയ്യുന്ന ഡബിൾ ഡ്രം റോളർ. ഇത് വന്നിട്ട് സിംഗിൾ ഡ്രം റോളർ വരും സർ. സിംഗിൾ ഡ്രം വരുന്നല്ലേ? സിംഗിൾ ഡ്രം റോളർ സാർ. ഇത് എർത്രാമർ സാർ. 510 കപ്പാസിറ്റി ഗ്രീപ്സ് എഞ്ചിൻ വരും സാർ. ഇത് இந்த மெஷின் வந்துட்டு வால் பிளாஸ்டரிங் மெஷின். வால் பிளாஸ்டரிங் இது தேக்கற மெஷின். இது வந்து சிங்கிள் ஃபேஸ் மெஷின் வித் லைட் சப்போர்ட்டோட வந்து. லைட் மோட்டர் வருது. லைட் ப்ளஸ் மோட்டர் சிங்கிள் ஃபேஸ்ல வந்து. அதே மெஷின் ஹேண்டில் വെച്ചുണ്ട്. സെയിം മെഷീൻ ഹാൻഡിൽ വെച്ചുണ്ട് സർ. നമുക്ക് ഹൈറ്റ് ഉള്ള സ്ഥലത്തൊക്കെ അത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ കൊണ്ട് ഇതേ ഉണ്ട് വാൾ പ്ലാസ്റ്റർ വലിയ സൈസ് പവർ ട്രാവൽ. ഇത് ഫ്ലോറിനല്ലേ? ഇത് ഫ്ലോർക്കാണ്. ഇത് ഫ്ലോർക്കാണ്. എഞ്ചിൻ ടൈപ്പ് ഹോണ്ട എഞ്ചിൻ ടൈപ്പ് സാർ. ഇത് സ്ക്രീഡ് വൈബ്രേറ്റർ. ഇത് എഞ്ചിൻ ടൈപ്പ് സ്ക്രീഡ് വൈബ്രേറ്റർ. എഞ്ചിൻ ടൈപ്പ് സ്ക്രീഡ് വൈബ്രേറ്റർ വിത്ത് ഹോണ്ട എഞ്ചിനോட நம்ம பெட்ரோல் என்ஜின் சார். இது அதுலயே வந்துட்டு மோட்டார் டைப் வரும். மோட்டார் வைப்ரேட்டர். மோட்டார் டைப் ஸ்க்ரீடிங் சார். இதுல 2 மீட்டர்ஸ் 2.5 மீட்டர் ஸ்கேல் 3 மீட்டர் ஸ்கேல் வரைக்கும் இதுல அட்டாச் செய்துக்கலாம் கீழே. இது ஜஸ்ட் என்ஜின். இது கீழே அட்டாச் செய்துக்கலாம். ஈஸி கேரியா இருக்கும். வெயிட் குறவால? வெயிட் ஒன்னு இருக்காது. ஈஸி கேரி சார். இந்த மாடல் வந்துட்டு அப்டேட்டட் மாடல் சார். இதுல இருக்கிற நம்ம எல்லா பவர் டிராவல் விட வால் பிளாஸ்டிங்
ஃப்ளோர் பவர் டிராவல் விட இது வந்து ரைட் ஆன் பவர் டிராவல் வித் பிரேக் செட்டப்போட கிளட்ச் செட்டப்போட இருக்கு. நம்மளுக்கு எங்க வேணாலும் இது ரைட் பண்ணிட்டு போய்க்கலாம். நம்ம ஒர்க் பண்ணி இறங்கி ஒர்க் பண்ண தேவையில்லை, ரைட் பண்ணிட்டு போகலாம். ഓക്കെ ഓക്കെ റൈഡ് ചെയ്തിട്ട് ഫ്ലോർ ചെയ്യാൻ പറ്റൂല. சார் இது வந்து கட்டிங் மிஷின், கட் ஆஃப் மிஷின். இது 14 இன்ச் பிளேடு போட்டு கட்டிங் பண்ற மிஷின். இது நம்ம எல்லா பக்கமே பார்த்துருப்போம், உங்களோட எல்லா ஏரியாலையும் இது அவைலபிளா இருக்கும். இந்த மிஷின் வந்துட்டு அதுலயே வந்துட்டு அப்கிரேடட் வெர்ஷன் மோட்டர் டைப். நம்மளுக்கு வந்து சிங்கிள் ஃபேஸ் மோட்டர்ல இருக்கு, 3 ஃபேஸ் மோட்டர்ல இருக்கு. இது வந்து மோட்டர் டைப்புங்க சார். அதே 14 இன்ச் பிளேடு போடுறது. இது ஹெவி டியூட்டி, இந்த ஒர்க் ஷாப் வச்சிருக்காங்க, கிரேட்டு கிரில் ஒர்க்ஸ் எல்லாம் பண்றாங்க இல்லையா, அவங்களுக்கெல்லாம் இது வந்து யூஸ்ஃபுல்லா இருக்கும். இதே மிஷின் தான் இங்க. இது வந்து போர்ட்டபிள் சார், போர்ட்டபிள் ஈஸி ஹேண்ட்லிங் தான். அப் டு 16 mm வரைக்கும் கட் பண்ணிக்கலாம். இது வந்து ஷேரிங் மிஷின் சொல்லுவாங்க, சிங்கிள் ஃபேஸ் கனெக்ஷன். அது கட் ஆஃப் மிஷின் இருந்துச்சுல, அதோட அடுத்த மாடல் இது. இது அப் டு 32 mm வரைக்கும் கட் பண்றது, 32 mm வரைக்கும் கட் செய்யற மிஷின். ஹெவி மிஷின் வித் ஆயில் செட்டப்போட 5 HP மோட்டரோட இருக்கும். இதுல வந்துட்டு நம்மளுக்கு சர்வீஸ் கம்ப்ளைண்டே வராது. இதுல தான் நம்ம ஆயில் ராட்ஸ் ஃபீட் பண்ணி நம்ம ஆட்டோமேட்டிக்கா கட் பண்ணுவோம். இது அப் டு 32 வரைக்கும், இது அப் டு 38 வரைக்கும் பண்ணலாம். ரெண்டுமே ஹெவி மிஷின். ரெண்டு மோட்டர்ல வர்க் ചെയ്യുന്നു. ரெண்டுமே மோட்டர் ஒர்க்கிங் வித் MCB செட்டப்போட இருக்கும். ஹை சேஃப்டி.